നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗം റിയാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഫിലിം റിവ്യൂ ആണ്. പ്രാവിൻകൂട് ഷാപ്പ്. ബേസിൽ ജോസഫ് നായകനായിട്ട് വന്നിട്ടുള്ള സിനിമയായിരുന്നു. ഇപ്പോൾ അത് സോണി ലൈവിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. സിനിമ റിലീസായ സമയത്ത് അത്യാവശ്യം ഒരു നല്ല റിവ്യൂസ് ഒക്കെ കിട്ടിയിരുന്നു. പക്ഷേ ബോക്സ് ഓഫീസ് വലുതായിട്ട് ഹിറ്റായില്ല. ഇപ്പം തന്നെ നമുക്ക് സിനിമ ഒന്ന് റിവ്യൂ ചെയ്യാം. ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം സംസാരിക്കാം. ഇതിലെ മെയിൻ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നിയത് ഈ സിനിമ കണ്ടപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് വളരെയധികം ബ്രില്യൻ്റ് ആണ്. അതാണ് എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം. ഇതിലെ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, മ്യൂസിക്, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ഷൻ, പിന്നെ അതുപോലെ ആക്ടിങ് സൈഡ് എല്ലാം വളരെയധികം പെർഫെക്റ്റ് ആണ്. അതായത് വളരെയധികം നീറ്റായിട്ടാണ് അതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഭയങ്കര എസ്തെറ്റിക്കലി വാല്യൂ ഉള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നു സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, ഈവൻ സൗണ്ട് മിക്സ് ചെയ്ത രീതിയും എഡിറ്റിങ്ങുമായിട്ട് പോകുന്ന ഒരു കോർത്തിണങ്ങി പോകുന്നൊരു സംഭവങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഈവൻ പെർഫോമൻസുകൾ നല്ലതായിരുന്നു. ആ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൈ സ്റ്റാൻഡേർഡിലുള്ള ഒരു ഒരു ക്രൈ ത്രില്ലറാണ് പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന സിനിമ. ഒരു ഒരു അതിനൊരു സ്റ്റോറി തന്നെ ഒരു രസമുള്ളതാണ്. അതായത് ഒരു ഷാപ്പിൽ ഒരു കൊലപാതകം നടക്കും. പിന്നീട് അതിനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ടാവുന്ന അന്വേഷണവും കാര്യങ്ങളും ഒക്കെയാണ്. അതായത് വൂ ഡൺ ഇറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം. ഒരു വില്ലേജിൽ ഒരു കൊലപാതകം നടക്കും. അതിന് ശേഷം ഉണ്ടാവുന്ന ഒരു അന്വേഷണം ആ ഒരു രീതിയിൽ പോകുന്നൊരു സംഭവമാണ്. നല്ലൊരു രസമുള്ള കൺസെപ്റ്റും കാര്യങ്ങളും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സും ആ ഷാപ്പിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അങ്ങനെ ഒരുപാട് നല്ല സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നൊരു ചിത്രം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് അതിനകത്ത് വേറെ ഇഷ്ടപ്പെട്ട അതിൻ്റെ ഒരു ലൊക്കേഷൻ അവരെടുത്തിരിക്കുന്നത്, അതിൻ്റെ ഒരു ആംബിയൻസ്, ടോട്ടലി ആ സംഭവം നടക്കുന്ന ഒരു ഒരു പ്രദേശം, അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് അതൊക്കെ ഭയങ്കര രസമായിട്ടാണ്. കാര്യം എല്ലാം പ്രിസൈസ് ആണ്. അതൊരു ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ എല്ലാ സംഭവങ്ങളും ആപ്റ്റായിട്ട് നിന്നതോളാം. അങ്ങനെ ആ ഷാപ്പ് നിൽക്കുന്ന സ്ഥലവും പിന്നെ ഈ ഇവർ താമസിക്കുന്ന സ്ഥലവും ഒക്കെ കുറേ സീനുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ചേസ് സീക്വൻസ് ഒക്കെ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഒരുപാട് റിവ്യൂവേഴ്സ് പറഞ്ഞൊരു സീനാണ്. അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ് അതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ രീതിയിൽ ടെക്നിക്കലി എനിക്ക് ഒരുപാട് സിനിമ ആ രീതിയിൽ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡയറക്ഷൻ വൈസ് ആണെങ്കിലും അത് കാര്യം അതും ഒരു ഡയറക്ടർ അത്ര നല്ല വിഷൻ ഉള്ളതുകൊണ്ടാണ് ഇത്ര നല്ലൊരു ടെക്നിക്കലി ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു സിനിമ അയാൾക്ക് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സിനിമയുടെ ഏറ്റവും മൂലകാര്യമായിട്ട് നമുക്ക് എപ്പോഴും വേണ്ടത് അതിൻ്റെ ഒരു തിരക്കഥയാണ്. ഈ സിനിമയിലെ പാളിപ്പോയൊരു സംഭവം വെച്ചാൽ അതിൻ്റെ ഒരു തിരക്കഥയാണ്. അത് ഫുള്ളായിട്ട് പാളിയെന്ന് ഞാൻ പറയില്ല. കാര്യം ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് നല്ല രസമായിട്ടാണ് പോകുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേനും ഈ ഒരു ഒരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സംഭവം ആയതുകൊണ്ട് തന്നെ ഇവർ കുറേയധികം കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷെ അതൊന്നും അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. നമ്മളെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും എങ്ങും നമുക്ക് മീൻസ് അവർ കുറച്ച് സ്റ്റോറികളെ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ നമ്മൾ അതിലോട്ട് ഇൻവെസ്റ്റ് ആയില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിനുണ്ടായി. അതിനുശേഷം വേറെ എനിക്കൊരു കാര്യം ഞാൻ പെർഫോമൻസിനെ ഞാൻ പറയുമ്പോൾ എനിക്ക് എല്ലാവരും പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിനകത്ത് നോർമലി എല്ലാ ബേസിൽ ജോസഫ് സിനിമകളും നോക്കിയാൽ ബേസിൽ ജോസഫിൻ്റെ പെർഫോമൻസ് എപ്പോഴും നല്ല ഒരു മികച്ച ലെവലിൽ തന്നെ നിൽക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നിയ കാര്യം ബേസിൽ ജോസഫിനെ കിട്ടിയ ക്യാരക്ടർ പുള്ളിക്കിനത് അത്ര എന്താ എക്സാക്ട്ലി അത് മനസ്സിലായിട്ടില്ല എന്ത് ക്യാരക്ടറാണ്. കാര്യം എനിക്കത് ഞാൻ തന്നെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പം പുള്ളിയുടെ ക്യാരക്ടറിനകത്തൊരു കൺസിസ്റ്റൻസി പലയിടങ്ങളിലും മിസ്സിംഗ് ആയിട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നി. കാരണം ആദ്യം ഞാൻ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു പോലീസ് ഓഫീസർ, അയാൾ പല കാര്യങ്ങളും എന്താ സയൻറ്റിഫിക്കലി തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ ആ ഒരു ക്യാരക്ടർ തന്നെ വേറൊരു ചില ഏരിയകൾ വരുമ്പോൾ അത് മേ ബി അയാളുടെ വീക്ക്നെസ് ആയിരിക്കും കാണിക്കുന്നത്. പക്ഷേ അതൊന്നും അത്ര ഒരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യം മേ ബി അവര് എല്ലാ സിനിമയിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ വരുമ്പോൾ അതിന് പോലീസ് ഓഫീസറിന് കൊടുക്കുന്ന ഒരു ക്ലീഷേ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാതിരിക്കാനോ അല്ലെങ്കിൽ അതൊരു ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അവർ ചിലപ്പോൾ അത് ചെയ്തത്. പക്ഷേ അതൊന്നും അത്ര ഒരു വർക്കൗട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് ബേസിൽ ജോസഫിന്റെ ക്യാരക്ടർ അങ്ങും ഇങ്ങും എന്തോ ഒരു രീതിയിൽ കൺസിസ്റ്റൻസി ഇല്ലാന്ന് എനിക്ക് തോന്നി. ചിലരങ്ങനെ ഒരുപാട് ഓവറായിട്ട് തോന്നി. പിന്നെ എനിക്ക് വേറെ ഇത് തോന്നിയതിൽ ചില കോമഡികളൊന്നും അസ്ഥാനത്ത് കുറച്ച് കോമഡികളുണ്ട്. അത് ഡാർക്ക് ഹ്യൂമർ ആക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ ആ ക്യാരക്ടർ ആ സമയത്ത് അങ്ങനെ ഡാർക്ക് ഹ്യൂമർ പറയുമോ എന്നുള്ള കാര്യമാണ്. കാര്യം ഒന്നുകിൽ ത്രൂ ഔട്ട് ഡാർക്ക് ഹ്യൂമർ ആയിരിക്കും. ത്രൂ ഔട്ട് ഡാർക്ക് ഹ്യൂമർ അല്ല. പക്ഷെ ചില സ്ഥലങ്ങളിൽ അവർ ഡാർക്ക് ഹ്യൂമർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് അത്ര വർക്കൗട്ട് ആയിട്ടില്ല. ആ സീനിൽ അത് വേണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല. അതൊക്കെയാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത്. പിന്നെ അതുപോലെ സ്ക്രീൻ പ്ലേ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ക്രീൻ പ്ലേ സെക്കൻഡ് ഹാഫിൽ ഒരു ടൈം വരെ നമുക്ക് അത്ര ഹുക്ക് തരില്ല. പിന്നെ അതിന് ശേഷം ഒരു ടുവേർഡ്സ് ക്ലൈമാക്സ് രസമുണ്ടായിട്ട് ഇതിലെ ഒരു ആഹ്, കൊലപാതകം നടക്കുന്നു, അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ട്വിസ്റ്റൊക്കെ രസമുള്ള ട്വിസ്റ്റൊക്കെ തന്നെയാണ്. അത് എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ അത്ര അധികം എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമൊക്കെയാണ് അവിടെ ഉണ്ടായത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന കുറേ സംഭവങ്ങളൊന്നും അത്ര ഒരു വർക്കൗട്ടായിട്ട് തോന്നിയില്ല. പക്ഷേ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ലൊരു സിനിമയാണ്.
പക്ഷേ ഇതൊരു മികച്ചൊരു സിനിമയായിട്ട് മാറിയേനെയായിരുന്നു. അഥവാ ആ സെക്കൻഡ് ഹാഫിലുള്ള സ്ക്രിപ്റ്റുകളൊക്കെ അവർ ഒന്നുകൂടെ നല്ലപോലെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ത്രില്ലറായിട്ട്, അതായത് നല്ല ടെക്നിക്കലി ബ്രില്യന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ത്രില്ലറായിട്ട് ഈ സിനിമ മാറിയേനെയാണ്. പക്ഷേ അത് സംഭവിച്ചില്ല. പക്ഷേ ഇനി തീർച്ചയായിട്ടും നമ്മൾ കണ്ടു നോക്കുക. ടെക്നിക്കൽ സൈഡിനും നിങ്ങൾക്ക് കാര്യം എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു ത്രില്ലർ എടുക്കാണ്ട് ഒരുപാട് കാര്യങ്ങള് കൊറിയോഗ്രാഫി ചെയ്തേക്കുന്ന രീതിയൊക്കെ ഭയങ്കര രസമായിട്ടാണ്. പല സീനുകളും കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത് നല്ല രസീലാണ്. അതായത് ബ്ലോക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അതൊരു സിനിമ ടെക്നിക്കൽ സൈഡായിട്ടൊക്കെ പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല രീതിയിൽ കാണാൻ കണ്ട് പഠിക്കാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അതിന്റകത്ത്. കാര്യം ഓഡിയോഗ്രാഫിയിലും അത് ഒരു സീനൊക്കെ ഉണ്ട്. ബേസിൽ ജോസഫ് ചാന്ദിനിയുമായിട്ട് സംസാരിക്കുന്ന സീനില് ബാക്ക്ഗ്രൗണ്ടില് പിള്ളേര് ക്രിക്കറ്റ് കളിക്കുന്നു. ഒക്കെ സൗണ്ട് ഇങ്ങനെ ഒരു ആംബിയൻസ് പോലെ കേൾപ്പിക്കുന്നതൊക്കെ ഭയങ്കര രസമാണ്. അതൊക്കെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഒരു നല്ല വിഷനുള്ളൊരു ഡയറക്ടർ, ഒരു നല്ല രീതിക്ക് പണി അറിയാവുന്നൊരു മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ഓഡിയോ ചെയ്യുന്ന ആളടുത്തൊക്കെ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് നമുക്ക് ഇതിനകത്തില് കാണാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും എനിക്ക് ഉറപ്പാണ്, ഈ ഡയറക്ടറുടെ പേര് ശ്രീരാജ് ശ്രീനിവാസൻ എന്നാണ്. ഉറപ്പാണ് അദ്ദേഹം വൺ ഓഫ് ദി നല്ലൊരു, ഇനി അടുത്തൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, നല്ലൊരു ഇതിന് മികച്ച സ്ക്രിപ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അയാൾ നല്ലൊരു സിനിമ എടുക്കും. എനിക്ക് നല്ലൊരു ഫ്യൂച്ചർ കാണാൻ പറ്റുന്നൊരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ പുള്ളി നല്ല കഴിവുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. എന്തായാലും അടുത്തൊരു നല്ലൊരു മികച്ച സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം നല്ലപോലെ തന്നെ സിനിമ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കണ്ടു നോക്കുക. നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ഒന്നും ആയിരിക്കില്ല. ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഓവറോൾ ഒരു അത്യാവശ്യം നല്ലൊരു പടം തന്നെയാണ് പ്രാവിൻകൂട് ഷാപ്പ്. അപ്പോൾ ഗൈസ്, വേറെ സിനിമ റിവ്യൂ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ബൈ. നന്ദി, നമസ്കാരം.